ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ വൻ ചന്ദനം വേട്ട. റാന്നി ചുങ്കപ്പാറയിൽ 70 കിലോ ചന്ദനം വനവകുപ്പ് പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലും കരിങ്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളും ചേർന്നാണ് ചന്ദന വേട്ടക്കാരെ പിടികൂടിയത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? അതുപോലെ തന്നെ കരികുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചന്ദനവേട്ട നടന്നത്. ഈ പിടിയിലായ ജോസ്, അനൂപ്, അനിൽകുമാർ, സുഭാഷ് എന്നിവർ നിരന്തരം ഇത്തരത്തിൽ ചന്ദനം കടത്തിയതായാണ് നിലവിൽ വനംവകുപ്പ് സംശയിക്കുന്നത്. ഇവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇവർ 4 പേരും ചേർന്ന് ഇത്തരത്തിൽ നിരന്തരമായി ചന്ദനക്കടത്ത് നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ചന്ദനം ഉണ്ടായിരുന്നത്. ഏകദേശം 70 കിലോയോളം വരുമെന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ 4 പേരെയും ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദന മരങ്ങളും പിടിച്ചെടുത്ത ചന്ദന തടികളും വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർക്കൊപ്പം കൂടുതൽ ആളുകളുണ്ടോ, അതുപോലെ തന്നെ നേരത്തെ എത്ര തവണ ഇത്തരത്തിൽ ചന്ദനക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ വനംവകുപ്പിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും കൂടുതൽ മുന്നോട്ടുള്ള അന്വേഷണം നടക്കുക. എന്തായാലും 4 പേരെയും നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 കിലോയോളം ചന്ദനം പിടികൂടിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ ചന്ദനം പിടികൂടിയത്. തടികളായി മുറിച്ച രൂപത്തിലായിരുന്നു ചന്ദനം ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ പിടിച്ചെടുത്ത തടികളെല്ലാം തന്നെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോന. ശരി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.